ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ 1844 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു നോവലായിരുന്നു ഇത്. അതായത് അലക്സാണ്ടർ ഡുമാസ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു നോവൽ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോയ വർഷം ഫ്രഞ്ചിൽ നിന്നും ഈ ഒരു നോവലിനെ ആസ്പദമാക്കി ഇതേ പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയായിരുന്നു. ഈ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ എംസോൺ പരിഭാഷ നടത്തിയിട്ടുണ്ട്. പരിഭാഷ നമ്പർ എന്നുള്ളത് 3441 എന്നുള്ളതാണ്. അതുപോലെ വിഷ്ണു എം കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ ഓൺലൈൻ പ്രമേയം എന്നുള്ള ഇത്രേ ഉള്ളൂ. അത് കൂടുതലായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, നല്ല കിട്ടു കഥയൊക്കെയാണ്. എന്നാലും ഒരു ഓൺലൈൻ പറയാം. നമ്മുടെ ചിത്രത്തിലെ കഥാനായകന് കുറച്ച് ആളുകളോട് കുറച്ച് പ്രതികാര മനോഭാവത്താണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് വളരെ ത്രില്ലിംഗ് ആയി കാണിച്ചു തരുന്നതായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അത് നമ്മുടെ ഭാഷയിൽ പറയല്ലേ ബ്രഹ്മാണ്ഡ സിനിമ എന്ന്. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ നിങ്ങളിലേക്ക് സമ്മാനിക്കുക. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു കഥയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വിഷയത്തെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു കഥയെന്ന് പറയാൻ പറ്റില്ല. നല്ല ഡെപ്തുള്ള ഒരു കഥയാണ്. അതായത് ഒരു ബ്രഹ്മാണ്ഡ ഫീൽ ആ കഥയിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കാണുന്ന ഒരു ഫീൽ കിട്ടും. ഏകദേശം 3 മണിക്കൂറാണ് സഞ്ചരിക്കുന്നത്. ആ 3 മണിക്കൂർ വേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ടി വരുന്ന ടൈപ്പ് ഒരു സ്റ്റോറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ തോന്നും ഇതൊരു റൊമാൻറ്റിക് ഫിലിമാണെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ ട്രാക്ക് പയ്യെ ഒരു സർവൈവൽ മൂഡിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇതൊരു റിവെഞ്ച് ടൈപ്പിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്, അങ്ങനെ ഒരു ഫീലിലേക്ക് എത്തും. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഫീൽ ഗുഡ് എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാ മേഖല അത് ഒരു സിനിമയിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന സർവ്വ എലമെൻസും എല്ലാം കൂടി കലർത്തിയിട്ടുള്ള ഒരു കഥയും അതിൻ്റെ തിരക്കഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ക എൻഗേജിങ് ആയിരുന്നു ഈ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകടനങ്ങൾ ഒരു രക്ഷയില്ലാത്തൊരു സിനിമ എന്ന് പറയാൻ സാധിക്കും. വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും നിങ്ങളുടെ മനസ്സിൽ ചേക്കേറും, അല്ലെങ്കിൽ ആ പ്രകടനം കണ്ട് ചേക്കേറും എന്നുള്ളത് തന്നെയാണ് വസ്തുത. എങ്കിലും എടുത്തു പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പേരെ നൈന എന്ന് പറയുന്ന ആക്ടറാണ്. ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വ്യക്തമായിട്ട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പല കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഓരോ സിറ്റുവേഷൻസ് ഒക്കെ എത്തുന്നുണ്ട്. അതൊക്കെ നല്ല നീറ്റായിട്ട് പുള്ളി സ്ക്രീനിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിട്ട് തോന്നും. അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങൾ, ഞാൻ ഫ്രഞ്ച് താരങ്ങളായതുകൊണ്ട് ഇവരുടെ പേരൊക്കെ പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പേരുകൾ പറയാത്തത്. എന്തായാലും വന്നിരിക്കുന്ന എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും. നായകൻ മാത്രമല്ലെന്നേ, കുറേ താരങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടും. അത്തരത്തിലുള്ള കുറേ പ്രകടനങ്ങളുണ്ട്. പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക, 2024 ഫ്രഞ്ചിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു ചിത്രം തന്നെയാണിത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി പ്രതീക്ഷിക്കാമല്ലോ. അതും സിനിമയുടെ കാലഘട്ടം എന്നുള്ളത് 800കളാണ്, 1800കളുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള വിഷയമൊക്കെ കാണുമല്ലോ. ഒരു ചലഞ്ചും ഇല്ലായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുക, വളരെ ഗംഭീരമാക്കി തന്നെയാണ് അത്തരത്തിലുള്ള കാഴ്ചകളും സിറ്റുവേഷൻസും ഒക്കെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, ചിത്രത്തിൻ്റെ VFX വർക്കാകട്ടെ, അങ്ങനെയുള്ള മ്യൂസിക് വർക്കാകട്ടെ, അതൊക്കെ തന്നെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ സിനിമ എടുത്തിട്ട്, അല്ലെങ്കിൽ ഈ സിനിമ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു നോവലിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഈ നോവലിനെ ബേസ് ചെയ്ത് തന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു റീമേക്ക് നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കഥയൊക്കെ ഇച്ചിരി മാറ്റിയിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ പോലും അത്യാവശ്യം എറിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അതും ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ സ്കോപ്പുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ആകെ ഒരു കുഴപ്പമെന്നുള്ളത്, ഈ ചിത്രത്തിന് 3 മണിക്കൂറാണ് ദൈർഘ്യമെങ്കിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ്, ഇന്നത്തെ ഇന്ത്യയുടെ ട്രെൻഡ് അറിയാമല്ലോ, 2 പാർട്ടുകളില്ലാതെ പറ്റിയില്ല. സോ ഒരു പാർട്ടിന് തന്നെ 3 മണിക്കൂർ കൊണ്ട് വെച്ചിട്ട് 6 മണിക്കൂർ ഇട്ടിട്ടായിരിക്കും സിനിമ മൊത്തത്തെ അവതരിപ്പിക്കുക. എന്തായാലും നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക, കുടുംബമായിട്ട് വരുന്ന കാണാം. കാരണം 18+ കണ്ടന്റ് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞാണ് 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-7.5. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.